Hello all, welcome back. നമ്മൾ സർഫസ് കെമിസ്ട്രിയിൽ ഇനി റിമൈനിങ് ടോപ്പിക്സ് എന്ന് പറയുന്നത് കൊയാഗുലേഷൻ അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷൻ ആണ്, അതേപോലെ ആപ്ലിക്കേഷൻ ഓഫ് കൊളോയിഡ്സ്. ഈ രണ്ട് ടോപ്പിക്ക് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ കൊയാഗുലേഷൻ ഓർ പ്രസിപ്പിറ്റേഷൻ നമ്മൾ ഓൾറെഡി പ്രോപ്പർട്ടീസിൽ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദ പ്രോസസ് ഓഫ് സെറ്റിലിംഗ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾ ഈസ് കോൾഡ് കൊയാഗുലേഷൻ ഓർ പ്രസിപ്പിറ്റേഷൻ ഓഫ് ദ സോൾ. ഓക്കെ, ആൻഡ് നമുക്ക് കൊയാഗുലേഷൻ രണ്ട് ആളുകളുടെ കൊയാഗുലേഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. കൊയാഗുലേഷൻ ഓഫ് ലയോഫോബിക് സോൾസ് ആൻഡ് അതേപോലെ കൊയാഗുലേഷൻ ഓഫ് ലയോഫിലിക് സോൾസ്. ഓക്കെ, അപ്പോൾ ലയോഫോബിക് സോൾസ് എന്ന് പറഞ്ഞാൽ ദേ ആർ ദ കൊളോയിഡ്സ് വിച്ച് കനോട്ട് ബി പ്രിപ്പയർഡ് ബൈ സിമ്പിൾ മിക്സിംഗ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പെർഷൻ മീഡിയം. ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പെർഷൻ മീഡിയം സിമ്പിളായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ലയോഫോബിക് സോൾ ഫോം ചെയ്യില്ല. കാരണം അത് ലയോഫോബിക് ആണ്, ലിക്വിഡ് ഹേറ്റിംഗ് ആണ്. ഓക്കെ, ലിക്വിഡ് അട്രാക്റ്റിംഗ് അല്ല. ലയോ എന്ന് പറഞ്ഞ ലയോഫോബിക് എന്നുള്ളതിൻ്റെ മീനിങ് അതാണ്. അപ്പോൾ അവിടെ നമ്മൾ സ്പെഷ്യൽ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ്, അതായത് ഇലക്ട്രിക്കൽ ഡിസിൻറ്റഗ്രേഷൻ മെത്തേഡ് പോലെയുള്ള സ്പെഷ്യൽ ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് ലയോഫോബിക് സോൾസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ലയോഫോബിക് സോളിനകത്ത് ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയം തമ്മിലുള്ള ഇൻട്രാക്ഷൻ, അട്രാക്റ്റീവ് ഫോഴ്സ് വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ലയോഫോബിക് സോൾസിനെ അവിടെ സ്റ്റെബിലൈസ് ചെയ്യുന്നത് അതിനകത്തുള്ള ചാർജ് മാത്രമാണ്. ദ ലയോഫോബിക് സോൾസ് ആർ ഓൺലി സ്റ്റെബിലൈസ്ഡ് ബൈ ചാർജ് ഓഫ് ദ കൊളോയിഡൽ പാർട്ടിക്കിൾ. ഓക്കെ, ചാർജ് മാത്രമാണ് അതിൻ്റെ സ്റ്റെബിലിറ്റിക്ക് കാരണമായിട്ടുള്ളത്. ഇഫ് സം ഹൗ ദിസ് ചാർജ് ഈസ് റിമൂവ്ഡ്, the colloidal particle will aggregate and will settle down at the bottom. ഇപ്പോൾ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ് ആണെങ്കിൽ ഒരുപാട് പോസിറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് അവിടെ ഉണ്ടാവും. അപ്പോൾ ഈക്വൽ ചാർജാണ്, സിമിലർ ആയിട്ടുള്ള ചാർജാണ് എങ്കിൽ അവർ അടുത്തടുത്തേക്ക് വരില്ല, ദേ റിപ്പൽസ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഓരോ കൊളോയിഡൽ പാർട്ടിക്കിളും സെപ്പറേറ്റ് ആയി നിൽക്കും. അപ്പോൾ ഈ കൊളോയിഡൽ പാർട്ടിക്കിളിൻ്റെ മേലുള്ള ചാർജ് നമ്മൾ എങ്ങനെയെങ്കിലും റിമൂവ് ചെയ്യുകയാണ് എങ്കിൽ, if it is removed, that colloidal particle will come closer. ഇവിടെ രണ്ടാളുകളുടെ ചാർജ് റിമൂവ് ചെയ്തപ്പോൾ അത് രണ്ടുപേരും എന്ത് ചെയ്തിട്ടുണ്ട്, അടുത്തടുത്തേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഇങ്ങനെ അടുത്തടുത്തേക്ക് വരുമ്പോൾ അതിൻ്റെ വെയിറ്റ് കൊണ്ട് അണ്ടർ ദ ഗ്രാവിറ്റി ദേ വിൽ സെറ്റിൽ ഡൗൺ. അപ്പോൾ ഡിസ്പേർഷൻ മീഡിയത്തിൽ നിന്നും അത് സെപ്പറേറ്റ് ആവും. അപ്പോൾ ചാർജ് റിമൂവ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ലയോഫോബിക് സോൾസിനെ കൊയാഗുലേറ്റ് ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാർജ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ക്യാൻ ഡു ആ മെത്തേഡിൽ ദ ഫസ്റ്റ് വൺ ഈസ് ബൈ ഇലക്ട്രോഫോറസിസ്. ഇലക്ട്രോഫോറസിസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. നമ്മൾ ഒരു യു ഷേപ്ഡ് ട്യൂബ് എടുത്തിട്ട് ഒരു സ്ഥലത്ത് പോസിറ്റീവ് ഒരു സ്ഥലത്ത് നെഗറ്റീവ് തിരിച്ചും കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഉള്ള കൊളോയിഡൽ പാർട്ടിക്കിളിൻ്റെ ചാർജ് അനുസരിച്ച്, ഇപ്പോൾ ഇത് നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ് ആണ്, പോസിറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ് ആണെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് പോസിറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ് ദാറ്റ് വിൽ മൂവ് ഇൻ ദിസ് ഡയറക്ഷൻ. ഓക്കെ, അങ്ങനെ അത് നെഗറ്റീവ് ചാർജ് ഇലക്ട്രോഡിൻ്റെ അടുത്തേക്ക് എത്തും. ഓക്കെ, നെഗറ്റീവ് ചാർജ് ഇലക്ട്രോണിൻ്റെ അടുത്തേക്ക് എത്തിയാൽ പോസിറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡിൻ്റെ ചാർജ് എന്താവും, ഡിസ്ചാർജ് ചെയ്യപ്പെടും. ഓക്കെ, അങ്ങനെ ഡിസ്ചാർജ് ചെയ്യപ്പെടുമ്പോൾ ആ ചാർജ് അവിടെ നിന്ന് പോകുമ്പോൾ പാർട്ടിക്കിൾസ് അഗ്രിഗേറ്റ് ചെയ്തിട്ട് സെറ്റിൽ ഡൗൺ ചെയ്യും, കൊയാഗുലേറ്റ് ചെയ്യും. ഓക്കെ, സോ ദ ഫസ്റ്റ് മെത്തേഡ് ഈസ് ബൈ ഇലക്ട്രോഫോറസിസ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോഫോറസിസ് നടത്തിയാൽ മതി. അപ്പോൾ അവിടെ അതിൻ്റെ നോട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ദ കൊളോയിഡൽ പാർട്ടിക്കിൾ മൂവ് ടുവേർഡ്സ് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ഇലക്ട്രോൺ ആൻഡ് ഗെറ്റ് ഡിസ്ചാർജ്ഡ് ആൻഡ് പ്രസിപ്പിറ്റേറ്റഡ്. ഓക്കെ, അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ് ബൈ മിക്സിംഗ് ടു ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് സോൾസ്. അതായത് ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡും ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡും തമ്മിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ undergo mutual neutralization of the charge, and that is known as mutual coagulation. Oppositely charged salts when mixed get neutralized and get partially or completely precipitated. Okay, this type of coagulation is called mutual coagulation. എങ്ങനെയാ പാർഷ്യലി ഡിസ്ചാർജ്ഡ് ആവുക? ഇപ്പോൾ പോസിറ്റീവ് ചാർജ്ഡ് കൊളോയിഡിൻ്റെ എണ്ണം കൂടുതലും നെഗറ്റീവ് ചാർജ്ഡ് കൊളോയിഡിൻ്റെ എണ്ണം കുറവുമാണെങ്കിൽ അവിടെ കുറച്ച് പോസിറ്റീവ് ചാർജ് കൊളോയിഡ് എന്തുണ്ടാവും, ബാക്കി ഉണ്ടാവും. ഈക്വൽ ആയിട്ടുള്ള കോൺസെൻട്രേഷൻ ആണ് എങ്കിൽ അവിടെ കംപ്ലീറ്റ് കൊയാഗുലേഷൻ നടക്കും, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് മ്യൂച്വൽ കൊയാഗുലേഷൻ. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് ബൈ ബോയിലിംഗ്. ഓക്കെ, ബോയിൽ ചെയ്യുന്ന സമയത്ത് when a soul is boiled, the charge on the soul is reduced due to increased collision which results in coagulation. ഇപ്പോൾ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ് വേറൊരു പോസിറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് വെൻ വി ആർ ഹീറ്റിംഗ് അതിന് എനർജി കിട്ടുകയാണ്. അപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്യും, കൊളൈഡ് ചെയ്യുന്ന സമയത്ത് ആ കൊളീഷൻ കൊണ്ട് ചാർജ് എന്താവും, അഡ്സോർബ് ചെയ്തിട്ടുള്ള ചാർജ്. അഡ്സോർബ് ചെയ്യാന്ന് വെച്ചാൽ ഒരു സർഫസിലേക്ക് അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാക്കിയതാണ്. ആ അട്രാക്റ്റീവ് ഫോഴ്സ് ബ്രേക്ക് ചെയ്തിട്ട് ചാർജ് വേറെ പോകും. അപ്പോൾ അവിടെ കൊയാഗുലേഷൻ നടക്കും, ബോയിലിംഗ്. നമ്മളിപ്പം മിൽക്ക്
മിൽക്ക് ഒരു എമൽഷൻ ആണ്. ഓക്കെ, ആ എമൽഷനകത്ത് നമ്മൾ ഉള്ള ചാർജിനെ റിമൂവ് ചെയ്യുമ്പോൾ, അതായത് ബോയിൽ ചെയ്യുന്ന സമയത്ത് ഈ പാലിൽ പാട കെട്ടാറുണ്ട്. ഓക്കെ, പാട കെട്ടുക. ബോയിൽഡ് മിൽക്ക് ആണെങ്കിൽ പെട്ടെന്ന് പാട കെട്ടും. പാട കെട്ടുക എന്ന് വെച്ചാൽ ലിക്വിഡ് ഫാറ്റ് വാട്ടറിൽ നിന്നും എന്ത് ചെയ്യുന്നതാണ്, കൊയാഗുലേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ദ തേർഡ് മെത്തേഡ് ഈസ് ബൈ ബോയിലിംഗ്. ആൻഡ് ദ നെക്സ്റ്റ് മെത്തേഡ് ദാറ്റ് ഈസ് ബൈ പെർസിസ്റ്റന്റ് ഡയാലിസിസ്. ഡയാലിസിസ് നമ്മൾ പ്യൂരിഫിക്കേഷനിൽ പഠിച്ചിട്ടുണ്ട്. ഒരു ഡയലൈസിങ് മെംബ്രെയിൻ, അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മെംബ്രെയിൻ ബാഗ് എടുക്കുന്നു. ആ മെംബ്രെയിൻ ബാഗ് ഇത് കംപ്ലീറ്റ് മെംബ്രെയിൻസ് ആണ്. ഓക്കെ, മെംബ്രെയിൻ സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണ്. അതിനകത്ത് കൊളോയിഡൽ പാർട്ടിക്കിൾ എടുത്തിട്ട് അതിനെ വാട്ടറിലേക്ക് ഇറക്കി വെച്ചിട്ട് വാട്ടറിന് നമ്മൾ എന്ത് ചെയ്യും, കണ്ടിന്യൂസ്ലി ഫ്ലോ ചെയ്യും. അപ്പോൾ ഇതിനകത്തുള്ള ചാർജ് എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് ക്രിസ്റ്റലോയിഡുകളായിട്ട് പുറത്തേക്ക് വരും. നമ്മൾ ഡയാലിസിസും ഇലക്ട്രോ ഡയാലിസിസും ഒക്കെ പഠിച്ചാണ്. പെർസിസ്റ്റന്റ് ഡയാലിസിസ് മീൻസ് ഡയാലിസിസ് ഫോർ എ ലോങ്ങർ ടൈം. ഓക്കെ, ഓൺ പ്രൊലോങ്ഡ് ഡയാലിസിസ്, ഒരുപാട് സമയം. പ്രൊലോങ്ഡ് ഡയാലിസിസ് മീൻസ് ഡയാലിസിസ് ഫോർ എ ലോങ്ങർ ടൈം. ട്രേസസ് ഓഫ് അയോൺസ് പ്രസന്റ് ഇൻ ദ സോൾ ആർ, അതിനകത്തുള്ള കുറച്ച് അയോണുകൾ ഉണ്ടെങ്കിൽ അതുപോലും എന്ത് ചെയ്യും, ദാറ്റ് ആർ റിമൂവ്ഡ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി ആൻഡ് ദ കൊളോയിഡ് ബിക്കം അൺസ്റ്റേബിൾ ആൻഡ് അൾട്ടിമേറ്റ്ലി കൊയാഗുലേറ്റ്. നമ്മൾ ആലോചിച്ചാൽ മതി, ചാർജ് റിമൂവ് ആയാൽ കൊയാഗുലേഷൻ നടക്കും. ചാർജ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡയാലിസിസ് നടത്താം. ഓക്കെ, ഡയാലിസിസ്, പെർസിസ്റ്റന്റ് ഡയാലിസിസ്, പ്രൊലോങ്ഡ് ഡയാലിസിസ്, ഡയാലിസിസ് ഫോർ എ ലോങ്ങർ ടൈം. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളതാണ്, ബൈ അഡീഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്. ഇപ്പോൾ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ് ആണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ് എടുക്കാം. ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡിലേക്ക് നമ്മളൊരു ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ NaCl ഇൻ വാട്ടർ. അവിടെ Na+ ഉണ്ട്, Cl- ഉണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള Cl- അയോണ് ഇതിനകത്തുള്ള പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. ഇനി ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ് ആണെന്ന് വിചാരിക്കാം. ദ കൊളോയിഡ് ഈസ് നെഗറ്റീവ്ലി ചാർജ്ഡ്. അതിലേക്ക് NaCl തന്നെ ആഡ് ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ അവിടെ അത് Na+ഉം Cl- ആണ്. ഈ Na+ ഇതിനകത്തുള്ള ചാർജിനെ റിമൂവ് ചെയ്യും. അപ്പോൾ ഒരു ഇലക്ട്രോലൈറ്റിനകത്ത് കാറ്റയോണും ഉണ്ട്, ആനയോണും ഉണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ദ റിമൂവൽ ഓഫ് ബോത്ത് പോസിറ്റീവ് ചാർജ് ആൻഡ് നെഗറ്റീവ് ചാർജ് ഫ്രം ദ കൊളോയിഡ്. ഓക്കെ, വെൻ എക്സസ് ഓഫ് ഇലക്ട്രോലൈറ്റ് ഈസ് ആഡഡ് ദ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആർ precipitate. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ന്യൂട്രലൈസേഷൻ. എന്തുകൊണ്ടാണ്? ന്യൂട്രലൈസേഷൻ ഓഫ് ചാർജ് ബൈ ദ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോൺ ഇൻ ഇലക്ട്രോലൈറ്റ്. എന്ത് ചാർജാണോ കൊളോയിഡിന് മേലെയുള്ളത് അതിന്റെ ഓപ്പോസിറ്റ് ചാർജുള്ള അയോൺ ഇലക്ട്രോലൈറ്റിൽ നിന്നും ഇതിനെ ന്യൂട്രലൈസ് ചെയ്യുന്നത് കൊണ്ട് അവിടെ എന്ത് നടക്കും, precipitation അല്ലെങ്കിൽ കൊയാഗുലേഷൻ നടക്കും. ആൻഡ് that ion responsible for the neutralization of the charge and also results in the coagulation are called coagulating ion or flocculating ion. It is called coagulating ion. ഇപ്പോൾ ഇവിടെ ഈ എക്സാമ്പിളിൽ ഈ പോസിറ്റീവ് ചാർജിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി Cl- ഉപയോഗിക്കുമ്പോൾ ആ Cl- ഒരു കൊയാഗുലേറ്റിംഗ് അയോൺ ആണ്. ഇവിടെ നെഗറ്റീവ് ചാർജ് കൊളോയിഡിന്റെ ചാർജ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് Na+ യൂസ് ചെയ്യുമ്പോൾ അതൊരു കൊയാഗുലേറ്റിംഗ് അയോൺ ആണ്. ആൻഡ് there is a rule that is known as Hardy-Schell's rule. Okay, it is pronounced Hardy-Schell's. Hardy-Schell's rule എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾക്ക് പല ടൈപ്പ് ഇലക്ട്രോലൈറ്റുകൾ ഉണ്ട്. അപ്പോൾ നമുക്ക് NaCl യൂസ് ചെയ്യാം, CaCl2 യൂസ് ചെയ്യാം, ഓക്കെ, AlCl3 യൂസ് ചെയ്യാം. ഇതിൽ NaCl Na+ ആണ്, Ca2+ ആണ്, ഇവിടെ Al3+ ആണ്. എൻ്റെ കയ്യിലൊരു നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ് ആണുള്ളത് എന്ന് വിചാരിക്കാം. നെഗറ്റീവ് ചാർജാണ് കൊളോയിഡിൻ്റെ മേലെ ഉള്ളതെങ്കിൽ നമ്മൾ ഈ ഇലക്ട്രോലൈറ്റുകൾ യൂസ് ചെയ്യുമ്പോൾ അവിടുത്തെ കൊയാഗുലേറ്റിംഗ് അയോൺ Na+, Ca2+, Al3+. അതിൽ ഒരു Na+ന് ഒരു മൈനസിനെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റുമ്പോൾ ഒരു Ca2+ന് 2 മൈനസിനെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു Al3+ന് ഒരൊറ്റ Al3+ന് 3 മൈനസിനെ റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ് AlCl3 ആണ്. കാരണം ഒരു Na+ന് ഒരാളെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റുള്ളൂ, Ca2+ന് 2 നെഗറ്റീവ് ചാർജിനെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും, AlCl3യിലെ Al3+ന് 3 നെഗറ്റീവ് ചാർജിനെ റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ കൊയാഗുലേറ്റിംഗ് പവർ, ഓക്കെ, ആ കൊയാഗുലേറ്റിംഗ് പവർ ഏറ്റവും കൂടുതൽ ഈ എക്സാമ്പിളിനകത്ത് AlCl3ക്കാണ്. അപ്പോൾ അത് തന്നെയാണ് Hardy-Schell's റൂൾ. ഗ്രേറ്റർ ദ വാലൻസ് എന്ന് വെച്ചാൽ അതിൻ്റെ മേലെയുള്ള വാലൻസി അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ചാർജ്, അതിനെയാണ് വാലൻസ് എന്ന് പറയുന്നത്. ഗ്രേറ്റർ ദ വാലൻസ് ഓഫ് ദ കൊയാഗുലേറ്റിംഗ് അയോണിന്റെ മേലുള്ള ചാർജ് അല്ലെങ്കിൽ വാലൻസ് കൂടുതലാണെങ്കിൽ ദ ഗ്രേറ്റർ ഈസ് ഇറ്റ്സ് പവർ ടു കോസ് കൊയാഗുലേഷൻ, അല്ലെങ്കിൽ ഗ്രേറ്റർ ഈസ് ഇറ്റ്സ് കൊയാഗുലേറ്റിംഗ് പവർ. ആ കൊയാഗുലേറ്റിംഗ് പവർ അല്ലെങ്കിൽ പവർ ടു കോസ് കൊയാഗുലേഷൻ ചാർജ് കൂടുതലുള്ള ആളുകൾക്ക് എന്താണ്, കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു നെഗറ്റീവ് സോളിന്റെ ഫ്ലോക്കുലേറ്റിംഗ് പവർ അല്ലെങ്കിൽ കൊയാഗുലേറ്റിംഗ് പവർ, ഇറ്റ് ഈസ് കോൾഡ് ഫ്ലോക്കുലേറ്റിംഗ് പവർ അല്ലെങ്കിൽ കൊയാഗുലേറ്റിംഗ് പവർ
എന്ന് പറയുന്നത് എന്ത് ഓർഡറിലാണ്? ദാറ്റ് ഈസ് Al3+, Ba2+, Na+. Ba2+ പകരം Ca2+ യൂസ് ചെയ്യാം. സിമിലർലി coagulation of positive soul, ഒരു പോസിറ്റീവ് സോൾ ആണെങ്കിൽ the flocculating power is in the order. അവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത് FeCN6, ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ്. FeCN6 4-, അവിടെ 4- ചാർജ് ഉണ്ട് അതിന്റെ മേലേക്ക്. ഓക്കെ, അതേപോലെ ഫോസ്ഫേറ്റ് അയോൺ PO4 3-, ഓക്കെ, അതേപോലെ സൾഫേറ്റ് അയോൺ SO4 2-, Cl-. അപ്പോൾ ഇതിൽ ആദ്യത്തെ ആൾക്ക് 4- ഉണ്ടാകുമ്പോൾ അവിടെ 4+ ന്യൂട്രലൈസ് ചെയ്യാം. ഇവിടെ 3- ആകുമ്പോൾ 3+ ന്യൂട്രലൈസ് ചെയ്യാം. 2- ആകുമ്പോൾ 2+ ന്യൂട്രലൈസ് ചെയ്യാം. Cl- ആകുമ്പോൾ 1+ ന്യൂട്രലൈസ് ചെയ്യാം. അപ്പോൾ പവർ ആർക്കാ കൂടുതൽ? ചാർജ് ആർക്കാണോ കൂടുതൽ അവർക്കാണ് പവർ കൂടുതൽ. ഓക്കെ, അപ്പോൾ അതിന്റെ ഓർഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നെഗറ്റീവ് ചാർജ്ഡ് കൊളോയിഡ് ആകുമ്പോൾ ഹയർ പോസിറ്റീവ് ചാർജുള്ള ആൾക്ക് പവർ കൂടുതലായിരിക്കും. ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ് ആണെങ്കിൽ ഹയർ നെഗറ്റീവ് ചാർജ് ഉള്ള ആളുകൾക്ക് അവിടെ കൊയാഗുലേറ്റിംഗ് പവർ കൂടുതലായിരിക്കും. അതാണ് ഹാർഡി-ഷെൽസ് റൂൾ. ഗ്രേറ്റർ ദ വാലൻസ് ഓർ ചാർജ്, ഓക്കെ, greater the valence or charge of the coagulating ion, the greater is its power to cause coagulation, അല്ലെങ്കിൽ the greater is its coagulating power. Okay, coagulating power നെ നമുക്ക് വേണമെങ്കിൽ flocculating power എന്ന് വേണമെങ്കിലും പറയാം. That is Hardy-Shell's rule. Okay. അപ്പോൾ there is another term that is called coagulating value. കോയാഗുലേറ്റിംഗ് വാല്യൂയിലേക്ക് പോകുന്നതിന് മുമ്പ് ഹാർഡി-ഷെൽസ് റൂളിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി സ്ട്രെസ് ചെയ്തുകൊണ്ട് പറയുകയാണ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എൻട്രൻസിനും അത് ഇമ്പോർട്ടൻ്റ് ആണ്, ബോർഡ് എക്സാമിനേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം എൻട്രൻസിനൊക്കെ ഒരു സോള് തരും, ഒരു സോൾ. ഇപ്പോൾ ബ്ലഡ് ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡാണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതിൻ്റെ ചാർജ് അറിയണം. ഓക്കെ, എൻട്രൻസ് പോയിന്റ് ആണ്. അപ്പോൾ ആ ചാർജ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണെന്ന്. അപ്പോൾ അതിൻ്റെ കൊയാഗുലേറ്റിംഗ് പവർ എന്താണെന്ന് ചോദിച്ചിട്ട് കുറച്ച് ഇലക്ട്രോലൈറ്റുകൾ തരും. അപ്പോൾ ആർക്കാണോ നെഗറ്റീവ് ചാർജ് കൂടുതലുള്ളത് അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ പവർ. ഓക്കെ, അങ്ങനെ ആ ഓർഡറിൽ നമുക്കറിയാൻ പറ്റും. 4- ഉള്ളതിനേക്കാൾ 3- കുറവ്, അതിനേക്കാൾ 2- കുറവ്, അതിനേക്കാൾ 1- കുറവ് എന്നുള്ള രീതിയിൽ. ഇനി നേരെ തിരിച്ച് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണെങ്കിൽ അവിടെ കൂടുതൽ പോസിറ്റീവ് ചാർജ് ഉള്ളവർക്ക് കൂടുതൽ, ആ പോസിറ്റീവ് ചാർജ് കുറയുന്നതിനനുസരിച്ച് പവർ കുറഞ്ഞു വരും. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ടേം ഈസ് coagulating value. coagulating value, നമ്മളിപ്പോൾ coagulating അയോൺ പറഞ്ഞു, coagulating പവർ പറഞ്ഞു. പവർ ആർക്കാ കൂടുതൽ? ചാർജ് കൂടുതൽ. ഇനി coagulating value എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ മിനിമം കോൺസെൻട്രേഷൻ ഓഫ് എൻ ഇലക്ട്രോലൈറ്റ്. ഓക്കെ, കോൺസെൻട്രേഷൻ ഓഫ് എൻ ഇലക്ട്രോലൈറ്റ് ആണ് അതിന്റെ മിനിമം വാല്യൂ. അത് കോൺസെൻട്രേഷൻ എടുക്കേണ്ടത് milli-moles/liter ആണ്. മില്ലി എന്ന് വെച്ചാൽ 10⁻³ ആണ്. അപ്പോൾ 10⁻³ mol/liter ആണ് എടുക്കേണ്ടത്. മൊളാരിറ്റി ആണെങ്കിൽ mol/liter ആണ്, ഇവിടെ milli-moles/liter എടുക്കേണ്ടത്. റിക്വയർഡ് ടു കോസ് precipitation ഓഫ് എ സോൾ ഇൻ 2 hours. 2 മണിക്കൂർ സമയം കൊണ്ട് ഒരു സോളിനെ അല്ലെങ്കിൽ ഒരു കൊളോയിഡിനെ കൊയാഗുലേറ്റ് ചെയ്യാൻ ആവശ്യമായ മിനിമം കോൺസെൻട്രേഷൻ ഓഫ് ദ ഇലക്ട്രോലൈറ്റ് എന്ന് വെച്ചാൽ നമ്മളൊരു കൊളോയിഡ് എടുക്കുക, ടൈം 2 അവർ വെക്കുക. ആ 2 അവറിൻ്റെ ഉള്ളിൽ നമ്മൾ എത്ര ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യണം അത് മെഷർ ചെയ്യേണ്ടത് മില്ലിമോൾസിലാണ്. ഓക്കെ, മിനിമം എത്ര ഇലക്ട്രോലൈറ്റ് മില്ലിമോൾസിൽ ആഡ് ചെയ്യണം എന്നുള്ളതിൻ്റെ അളവാണ് coagulating value. The minimum concentration of an electrolyte in millimoles/liter required to cause precipitation of a solid in 2 hours is called coagulating value. അപ്പോൾ ഒരാൾക്ക് വേണ്ടത് 2 മില്ലിമോൾ ആണെന്ന് വിചാരിക്കാം. മില്ലിമോൾ എം മോൾ എന്ന് എഴുതാം. ഒരാൾക്ക് വേണ്ടത് 5 മില്ലിമോൾ ഇലക്ട്രോലൈറ്റ് ആണെന്ന് വിചാരിക്കാം. നമ്മുടെ കയ്യിൽ ഒരു നെഗറ്റീവ് സോൾ ഉണ്ട്. ഓക്കെ, ഇവിടെ 2 മില്ലിമോൾ എന്ത് വേണം? NaCl വേണമെന്ന് വിചാരിക്കുക. ഇവിടെ 5 മില്ലിമോൾ NaCl വേണമെന്ന് വിചാരിക്കുക. ഇവിടെ Na+ ആണ് കൊയാഗുലേറ്റിംഗ് ആയോണ്ട്, കാരണം ഇവിടെ നെഗറ്റീവ് ചാർജ് കൊളോയിഡ് ആണ്. ഇത് നെഗറ്റീവ് ചാർജ് കൊളോയിഡ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ആവശ്യമായത് മിനിമം മില്ലിമോളിൽ 2 ആണ്, ഇവിടെ മില്ലിമോളിൽ 5 ആണ്. അപ്പോൾ ഇതിൽ ഏത് കേസിലാണ് കൂടുതൽ ആയിട്ട് കൊയാഗുലേറ്റിംഗ് വാല്യൂ ഉള്ളത്? കൊയാഗുലേറ്റിംഗ് വാല്യൂ ഇവിടെ മിനിമം കോൺസെൻട്രേഷൻ ഓഫ് എൻ ഇലക്ട്രോലൈറ്റ് അല്ലേ, ഇവിടെ മിനിമം 5 വേണം. അപ്പോൾ കൊയാഗുലേറ്റിംഗ് വാല്യൂ 5 milli-mol/liter ആണ്. ആദ്യത്തെ കേസിലോ 2 milli-mol/liter ആണ്. അപ്പോൾ കൊയാഗുലേറ്റിംഗ് വാല്യൂ ഇയാൾക്ക് കൂടുതലാണ്. കാരണം കൊയാഗുലേറ്റിംഗ് വാല്യൂ അവർക്ക് കൂടുതലാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ NaCl ഡൈല്യൂട്ട് ആയിരിക്കും. അപ്പോൾ അവിടെ കൂടുതൽ ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ കൂടുതൽ ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതിന്റെ കൊയാഗുലേറ്റിംഗ് പവർ കുറവല്ലേ, അതുകൊണ്ടല്ലേ കൂടുതൽ ആഡ് ചെയ്യേണ്ടി വന്നത്. ഇവിടെ കൊയാഗുലേറ്റിംഗ് പവർ കൂടുതലാണ്, അതുകൊണ്ട് കുറച്ച് ആഡ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ, അത് കോൺസെൻട്രേറ്റഡ് ആയിരിക്കാം. സോ സ്മോളർ ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ് നീഡഡ്, ദ സ്മോളർ ദ കൊയാഗുലേറ്റിംഗ് വാല്യൂ ആൻഡ് ഹയർ വിൽ ബി ദ കൊയാഗുലേറ്റിംഗ് പവർ. ഓക്കെ, അപ്പോൾ കൊയാഗുലേറ്റിംഗ് വാല്യൂ ചെറുതാവുമ്പോൾ
കുറച്ച് ഇലക്ട്രോലൈറ്റ് വേണമെന്ന് അതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ ആ ഇലക്ട്രോലൈറ്റിന്റെ പവർ കൂടുതലാണ്. ഓക്കെ, സോ കൊയാഗുലേറ്റിംഗ് വാല്യൂ എന്താന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ കൊയാഗുലേറ്റിംഗ് വാല്യൂ കുറവാണെങ്കിൽ, സ്മോളർ ക്വാണ്ടിറ്റി ഇലക്ട്രോലൈറ്റ് ആണ് ആവശ്യമുള്ളതെങ്കിൽ കൊയാഗുലേറ്റിംഗ് വാല്യൂ കുറവാണ്. ഓക്കെ, സ്മോളർ ദ കൊയാഗുലേറ്റിംഗ് വാല്യൂ. അപ്പോൾ കുറച്ച് ചെറിയ കൊയാഗുലേറ്റിംഗ് വാല്യൂ ആണെങ്കിൽ അതിന്റെ കൊയാഗുലേറ്റിംഗ് പവർ കൂടുതലാണ്. ഒന്നുകൂടി പറയാം, കുറച്ച് ഇലക്ട്രോലൈറ്റേ വരുന്നുള്ളൂ എങ്കിൽ, കൊയാഗുലേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഇലക്ട്രോലൈറ്റേ വേണ്ടി വരുന്നുള്ളൂ എങ്കിൽ അതിന്റെ അർത്ഥം അതിന് പവർ കൂടുതലാണ്. അപ്പോൾ കുറച്ച് ഇലക്ട്രോലൈറ്റേ വേണ്ടി വരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ കൊയാഗുലേറ്റിംഗ് വാല്യൂ ചെറുതാണ്. ഓക്കെ, കാരണം എത്രത്തോളം ഇലക്ട്രോലൈറ്റ് ആവശ്യമുണ്ട് എന്നുള്ളതിന് മില്ലിമോളിൽ 2 ഹവറിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് കൊയാഗുലേറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ സ്മോളർ ദ കൊയാഗുലേറ്റിംഗ് വാല്യൂ എ ലെസർ എമൗണ്ട് ഓഫ് ഇലക്ട്രോലൈറ്റ് ഈസ് റിക്വയർഡ്, അതാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ സ്മോളർ ദ കൊയാഗുലേറ്റിംഗ് വാല്യൂ ഹയർ ദ കൊയാഗുലേറ്റിംഗ് പവർ. ഓക്കെ, അപ്പോൾ ആ ഒരു റിലേഷൻസ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ആ ഒരു ലോജിക്ക് വർക്കൗട്ട് ആയാൽ ഇറ്റ്സ് വെരി സിമ്പിൾ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ഈസ് കൊയാഗുലേഷൻ ഓഫ് ലയോഫിലിക് സോൾസ്. ലയോഫോബിക് സോൾസിന്റെ കൊയാഗുലേഷന്റെ മെത്തേഡ്സ് നമ്മൾ പറഞ്ഞു. ലയോഫിലിക് സോൾ ആവുമ്പോൾ അതിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന ഒരു ഫാക്ടർ ചാർജ് തന്നെയാണ്. ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ സ്റ്റെബിലിറ്റി ഓഫ് ലയോഫിലിക് സോൾ ഈസ് ചാർജ് ഇതിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് ലയോഫിലിക് എന്ന് പറയുമ്പോൾ അവിടെയുള്ള ഡിസ്പേഴ്സ്ഡ് ഫേസിനെ, ഇതിപ്പോൾ ഒരു ഡിസ്പേഴ്സ്ഡ് ഫേസ് ആണെന്ന് വിചാരിച്ചോ, അതിന് ചുറ്റും ഡിസ്പേർഷൻ മീഡിയ ഉണ്ടാവും. അവർക്ക് തമ്മിൽ ഇന്ററാക്ഷൻ ഉണ്ട്. അതിനെ പറയാ സോൾവേഷൻ എന്നാണ്. സോൾവേഷൻ, നമ്മളിത് സൊല്യൂഷന്റെ കേസിൽ ഒരു സൊല്യൂട്ടിനെ സോൾവെന്റ്, ഇപ്പോൾ ഇതൊരു സൊല്യൂട്ട് ആണെങ്കിൽ അതിനെ സോൾവെന്റ് കവർ ചെയ്യുന്നതിനെയാണ് നമ്മൾ സോൾവേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ സോൾവേറ്റഡ് ആയിരിക്കും ഏതിൽ, ലയോഫിലിക് സോളിനകത്ത്. ഓക്കെ, ദർ ആർ 2 ഫാക്ടേഴ്സ് വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ ദ സ്റ്റെബിലിറ്റി ഓഫ് ലയോഫിലിക് സോൾ. ഫസ്റ്റ് വൺ ഈസ് ചാർജ് and the second one is solvation of colloidal particle. അങ്ങനെ സോൾവേറ്റഡ് ആയതുകൊണ്ട് അടുത്തൊരു കൊളോയിഡൽ പാർട്ടിക്കിൾ എടുക്കുക, അതും എന്താണ് സോൾവേറ്റഡ് ആവുമ്പോൾ ഇവർ തമ്മിൽ അടുത്തടുത്തേക്ക് വരില്ല. ഓരോ കൊളോയിഡൽ പാർട്ടിക്കിളും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിൽക്കും. അപ്പോൾ അത് കൂടുതൽ സ്റ്റെബിലൈസ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ, കൊളോയിഡൽ പാർട്ടിക്കിളിന് ചുറ്റും സോൾവെന്റ് ഉണ്ട്. അപ്പോൾ ഇവർ അടുത്തടുത്ത് വന്ന് അഗ്രിഗേറ്റ് ചെയ്താലല്ലേ സെറ്റിൽ ചെയ്യുള്ളൂ. അപ്പോൾ 2 ഫാക്ടർ ഉണ്ട്. വെൻ ദീസ് 2 ഫാക്ടേഴ്സ് ആർ റിമൂവ്ഡ്, അത് റിമൂവ് ചെയ്യപ്പെടുകയാണെങ്കിൽ ലയോഫിലിക് സോളിന് എന്ത് ചെയ്യാം, കൊയാഗുലേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഈ സോൾവെന്റിനെ റിമൂവ് ചെയ്യുന്ന രീതിയിൽ വേറൊരു സോൾവെന്റ് ആഡ് ചെയ്യണം. ഇപ്പൊ വാട്ടർ ആണ് ഇതിന് ചുറ്റും ഉള്ളത് എന്ന് വിചാരിച്ചു, ഒരു കൊളോയിഡൽ പാർട്ടിക്കിളിന് ചുറ്റും വാട്ടർ ആണുള്ളത് എങ്കിൽ ആ വാട്ടറിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യാം. ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണ്. എന്നിട്ട് അപ്പൊ പിന്നെ കൊളോയിഡൽ പാർട്ടിക്കിൾ ഒറ്റക്കായി, സോൾവേഷൻ പോയി. പിന്നെ അത് എന്ത് ചെയ്താൽ മതി, അതിനകത്ത് എന്താണോ ചാർജ് ഉള്ളത് ആ ചാർജ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്താൽ മതി. ഓക്കെ, സോ ദിസ് ഈസ് ഡൺ ബൈ ആഡിങ് എ സോൾവെന്റ് ആഡ് ചെയ്താൽ സോൾവേഷൻ എഫക്റ്റ് പോയി. സോൾവെന്റ് അതിനെ കവർ ചെയ്ത അവസ്ഥയിൽ നിന്നും സോൾവെന്റിന് എന്ത് ചെയ്തു, റിമൂവ് ചെയ്തു. ഇപ്പോൾ സോൾവെന്റ് ഇങ്ങനെ കവർ ചെയ്ത് സോൾവേറ്റഡ് ആണ്, അതിനെ റിമൂവ് ചെയ്തു. ഓക്കെ, ഡിസ്പേർഷൻ മീഡിയ അതിന്റെ മേലെ നിന്ന് പോയി, സോൾവേഷൻ പോയി. പിന്നെ എന്ത് ചെയ്താൽ മതി, ചാർജ് റിമൂവ് ചെയ്താൽ മതി. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, സോ ബൈ ആഡിങ് എ suitable solvent to remove the solvation effect and by adding an electrolyte. Okay, ഈ ഒരു മെത്തേഡാണ് കൊയാഗുലേഷൻ ഓഫ് ലയോഫിലിക് സോൾസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, വെൻ സോൾവെന്റ് സച്ച് ആസ് ആൽക്കഹോൾ ആൻഡ് അസെറ്റോൺ ആർ ആഡഡ് ടു ഹൈഡ്രോഫിലിക് സോൾ. ഹൈഡ്രോഫിലിക് എന്ന് പറയുന്നത് വാട്ടർ സോൾവെന്റ് ആകുമ്പോൾ ലയോഫിലിക് എന്നുള്ളതിന് പകരം ഹൈഡ്രോഫിലിക് എന്ന് പറയാം. ദ ഡീഹൈഡ്രേഷൻ ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ഒക്യൂസ്. അണ്ടർ ദിസ് കണ്ടീഷൻ എ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ് ക്യാൻ ബ്രിങ് അബൌട്ട് കൊയാഗുലേഷൻ. ഞാൻ പറഞ്ഞ കാര്യത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതായത് ഹൈഡ്രോഫിലിക് എന്ന് പറഞ്ഞാൽ ജനറൽ ടേം ലയോഫിലിക് ആണ്, വാട്ടർ ആയതുകൊണ്ടാണ് ഹൈഡ്രോഫിലിക് എന്ന് പറഞ്ഞത്. അപ്പോൾ ആ വാട്ടറിനെ ഡീഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടി ആൽക്കഹോളോ അസെറ്റോണോ യൂസ് ചെയ്യാം. അപ്പോൾ അവിടെ നിന്നും സോൾവേഷൻ പോയി എന്ന് വെച്ചാൽ എന്ത് പോയി, ഡിസ്പേർഷൻ മീഡിയ റിമൂവ് ആയി. പിന്നെ അവിടെ ചാർജേ ഉള്ളൂ. ആ ചാർജിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുന്നു. അതാണ് നമ്മൾ പറഞ്ഞത്, ബൈ ആഡിങ് എ സ്യൂട്ടബിൾ സോൾവെന്റ്. അവിടെ വാട്ടർ ആണ് ഡിസ്പേർഷൻ മീഡിയ എങ്കിൽ ആൽക്കഹോളോ അസെറ്റോണോ ആണ് സ്യൂട്ടബിൾ സോൾവെന്റ്. പിന്നെ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ലയോഫിലിക് സോൾസിനും കൊയാഗുലേഷൻ നടക്കും. ഓക്കെ, ആൻഡ് ഇപ്പോൾ ഇവിടെ നമുക്ക് സോൾവേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു Na+ ആണെന്ന് വിചാരിച്ചോ, വാട്ടറിനകത്ത് വാട്ടർ ഇതിനെങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്, അതാണ് സോൾവേഷൻ. നമ്മളത് വേറെ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, വേറൊരു ഏരിയയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. കവറിങ് ദ സൊല്യൂട്ട് പാർട്ടിക്കിൾ, ഇവിടെ ഡിസ്പേഴ്സ്ഡ് ഫേസ് ബൈ ദ സോൾവെന്റ് മോളിക്യൂൾ, ഇവിടെ ഡിസ്പേർഷൻ മീഡിയം. കൊളോയിഡിനകത്താണെങ്കിൽ ഡിസ്പേഴ്സ്ഡ് ഫേസിനെ ഡിസ്പേർഷൻ മീഡിയം കവർ ചെയ്യും. ഒരു സൊല്യൂഷനകത്താണെങ്കിൽ സൊല്യൂട്ടിനെ സോൾവെന്റ് കവർ ചെയ്യുന്നതിനാണ് സോൾവേഷൻ എന്ന് പറയുന്നത്. ആ സോൾവേഷൻ ഞാൻ ഇവിടെ വേറൊരു ഫിഗറിലൂടെ കാണിച്ചിട്ടുണ്ട്. ഇത് NaCl ആണ്.
ഓക്കെ, Na+നെ വാട്ടർ മോളിക്യൂൾ കവർ ചെയ്തു, അതേപോലെ Cl- അതിന്റെ പോസിറ്റീവ് എൻഡ് ഉപയോഗിച്ച് വാട്ടർ മോളിക്യൂൾ കവർ ചെയ്തു. ഇത് ഹൈഡ്രേറ്റഡ് സോഡിയം അയോൺ ആണ്, ഇത് ഹൈഡ്രേറ്റഡ് ക്ലോറൈഡ് അയോൺ ആണ്. സോൾവേഷൻ എന്ന് പറയുന്നത് ഒരു ജനറൽ ടേം ആണ്. വാട്ടർ ആണെങ്കിൽ അതിനെ പറയാം ഹൈഡ്രേഷൻ എന്നാണ്. ഓക്കെ, നമുക്കിവിടെ ഹൈഡ്രേറ്റഡ് എന്നുള്ളതിന് പകരം ജനറലി എന്ത് പറയാം, സോൾവേറ്റഡ്. ആ സോൾവെന്റ് വാട്ടർ ആണ്, ഇത് സോൾവേറ്റഡ് ആണ്. ഓക്കെ, സോൾവേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇത് ഒരു കൊളോയിഡിലും നടക്കും. ഇതിപ്പോൾ ഒരു സൊല്യൂഷനിലാണ് കാണിച്ചത്, കൊളോയിഡിലും നടക്കും. അപ്പോൾ ഒരു ഡിസ്പേഴ്സ്ഡ് ഫേസിന് ചുറ്റും ഡിസ്പേർഷൻ മീഡിയം ഉള്ളതിന് നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു സോൾവെന്റ് ഉപയോഗിച്ച് ഡിസ്പേർഷൻ മീഡിയത്തിന് അങ്ങ് റിമൂവ് ചെയ്തു. പിന്നെ അതിനകത്തുള്ള ചാർജിനെ അങ്ങ് റിമൂവ് ചെയ്തപ്പം കൊളോയിഡൽ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, അഗ്രിഗേറ്റ് ചെയ്യും, അങ്ങനെ സെറ്റിൽ ഡൗൺ ചെയ്യും. അപ്പോൾ ഒരൊറ്റ സ്റ്റെപ്പ് അധികമുണ്ട്, കാരണം ഒരു അഡീഷണൽ സ്റ്റെബിലൈസിങ് ഫാക്ടർ ലയോഫിലിക് സോളിനുണ്ട്. അപ്പോൾ ആ സോൾവേഷൻ എഫക്റ്റ് റിമൂവ് ചെയ്തതിന് ശേഷം വേണം ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യാൻ. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, ആൻഡ് അപ്പോൾ നമ്മൾ ആ കാര്യം പറഞ്ഞത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് പ്രൊട്ടക്ഷൻ ഓഫ് കൊളോയിഡ്സ്. കൊളോയിഡ്സിനെ പ്രൊട്ടക്ട് ചെയ്യാം. കൊളോയിഡ്സിനെ പ്രൊട്ടക്ട് ചെയ്യാന്ന് വെച്ചാൽ ലയോഫോബിക് സോളിന് സ്റ്റെബിലിറ്റി കുറവല്ലേ, ചാർജ് റിമൂവ് ആയാൽ അതെന്താവും, അങ്ങ് അതങ്ങ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും, കൊയാഗുലേറ്റ് ചെയ്യും. പക്ഷേ ലയോഫിലിക് സോളിന് സ്റ്റെബിലിറ്റി കൂടുതലാണ്. അപ്പോൾ സ്റ്റെബിലിറ്റിന്റെ ഓർഡർ എന്ന് പറയുന്നത് ലയോഫിലിക് ഗ്രേറ്റർ ദാൻ ലയോഫോബിക് ആണ്. കാരണം ലയോഫിലിക്കിനകത്ത് സോൾവേഷൻ എഫക്റ്റ് കൂടി അതിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ലയോഫോബിക് സോളിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ലയോഫിലിക് സോളിനെ യൂസ് ചെയ്യും. അപ്പോൾ ഇതൊരു ലയോഫോബിക് സോളാണെന്ന് വിചാരിക്കാം. ഇവരടുത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ ലയോഫിലിക് വന്നിട്ട് നിൽക്കും. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഒരു ഇന്റർഫേസ് ഉണ്ടാക്കുക, ഇവരെ തമ്മിൽ അടുക്കാൻ സമ്മതിക്കാണ്ടിരിക്കുക. ഓക്കെ, ലയോഫിലിക് സോൾസ് ആർ മോർ സ്റ്റേബിൾ ദാൻ ലയോഫോബിക് സോൾസ്. This is due to the fact that lyophilic colloids are extensively solvated. Okay, that is the colloidal particles are covered by a sheath of liquid in which they are dispersed. അതിന് ചുറ്റും എന്തുണ്ട്, ലിക്വിഡ് ഉണ്ട്. Lyophilic colloid have a unique property of protecting lyophobic colloids. When a lyophilic soul is added to a lyophobic soul, the lyophilic particles form a layer around the lyophobic particles and thus protect the later from the electrolytes. Lyophilic colloids used for this purpose are called protective colloids. Okay, so നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വരാമെന്ന് വിചാരിച്ചോ, വാട്ട് ഈസ് പ്രൊട്ടക്റ്റീവ് കൊളോയിഡ്? വാട്ട് ഈസ് പ്രൊട്ടക്റ്റീവ് കൊളോയിഡ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ദ ലയോഫിലിക് സോൾസ് യൂസ്ഡ് ടു പ്രൊട്ടക്റ്റ്. ആ പറഞ്ഞതിൻ്റെ സമ്മറിയാണ്, യൂസ്ഡ് ടു പ്രൊട്ടക്റ്റ് ഏതിനെ, ലയോഫോബിക് സോൾസ്. യൂസ്ഡ് ടു പ്രൊട്ടക്റ്റ് ലയോഫോബിക് സോൾസ് are called protecting colloids. Okay, protective colloids. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊട്ടക്റ്റീവ് കൊളോയിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അത് അപ്പോൾ ഒരു മാർക്കിനുള്ളത് അല്ലെങ്കിൽ ഒരു 1.5 മാർക്കിനുള്ളതായി. പിന്നെ അവിടെ പറയേണ്ടത് എന്താ, എങ്ങനെയാണ് ഈ ലയോഫിലിക് സോൾസ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? ഇത്രയും പറഞ്ഞതിന് ഞാൻ ഉള്ള ഒരു സമ്മറിയാണ് ഇവിടെ കൊടുത്തത്. ഇവിടെ പറയാം, ലയോഫിലിക് സോൾ പാർട്ടിക്കിൾസ് ഫോം എ ലെയർ. ഓക്കെ, ഇവിടെ ഉണ്ടത്, ലയോഫിലിക് particles form a layer around the lyophobic particles and thus protects the later from the electrolyte. Okay, ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, why lyophilic sols are more stable than lyophobic sols? അങ്ങനെ ചോദിച്ചാൽ, a lyophobic sol is stabilized by the charge, but a lyophilic sol is stabilized by the charge and also solvation. ഒരു അഡീഷണൽ സ്റ്റെബിലൈസിങ് എഫക്റ്റ് ഉണ്ട്. ആ ഒരു കമ്പാരിസൺ കൂടി മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് അതിനെ മനസ്സിലാക്കി വെക്കണം. അതാണ് പ്രൊട്ടക്ഷൻ ഓഫ് കൊളോയിഡ് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് കൊളോയിഡ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഒരു ലയോഫോബിക്കിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലയോഫിലിക്കിനെ യൂസ് ചെയ്യുമ്പോൾ ആ ലയോഫിലിക് സോളിനെയാണ് നമ്മൾ പ്രൊട്ടക്റ്റീവ് കൊളോയിഡ് എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് ടോപ്പിക് ഇൻ ദിസ് ചാപ്റ്റർ ഈസ് കൊളോയിഡ് അറൗണ്ട് അസ്. നമുക്ക് ചുറ്റുമുള്ള കൊളോയിഡ്. അതിൽ ഒന്ന്, ദ ഫസ്റ്റ് വൺ ഈസ് ബ്ലൂ കളർ ഓഫ് ദ സ്കൈ. സ്കൈ എന്തുകൊണ്ടാണ് ബ്ലൂ കളേർഡ് ആയത്? ബ്ലൂ കളേർഡ് ആയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ എയറിൽ, അറ്റ്മോസ്ഫിയറിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്. ആ ഡസ്റ്റ് പാർട്ടിക്കിൾസ് എയറിൽ ഡിസ്പേഴ്സ് ചെയ്തിട്ട് കൊളോയിഡൽ സ്റ്റേറ്റിലാണ്. ഓക്കെ, ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസിൽ തട്ടിയിട്ട് വരുന്ന ലൈറ്റ്, ഓക്കെ, ഡസ്റ്റ് പാർട്ടിക്കിൾസ് കൊളോയിഡൽ സൈസിലാണ്. ആ തട്ടിയിട്ട് വരുന്ന ലൈറ്റിൽ അവിടെ വൈറ്റ് ലൈറ്റാണ്, അവിടെ എല്ലാ കളേഴ്സും ഉണ്ടാവും. ആ കളേഴ്സിൽ ഏറ്റവും ലോവർ വേവ് ലെങ്ത്തിലുള്ള ആള് കുറച്ചേ മൂവ് ചെയ്യുള്ളൂ. നമുക്ക് വിബ്ജിയോറിൽ അത് വേവ് ലെങ്ത്തിന്റെ ഇൻക്രീസിങ് ഓർഡർ ആണ്.
അതിൽ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ റീജിയനിലുള്ള ആള് കുറഞ്ഞ ദൂരം സഞ്ചരിക്കും. ആ കുറഞ്ഞ ദൂരം സഞ്ചരിക്കുന്നത് കൊണ്ട് അവിടെ എന്തായിരിക്കും, സ്കൈ നമുക്ക് ബ്ലൂ ആയിട്ട് തോന്നും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബ്ലൂ കളർ ഓഫ് ദ സ്കൈ ഈസ് ഡ്യൂ ടു ദ ഡിസ്പേർഷൻ ഫ്രം ദ കൊളോയിഡൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ എയർ. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ ബ്ലൂ കളർ ഓഫ് ദ സ്കൈ എന്ന് എഴുതിയാൽ മതി. കൊളോയിഡ്സ് അറൗണ്ട് അസ്, ബ്ലൂ കളർ ഓഫ് ദ സ്കൈ, ഇറ്റ്സ് ഫൈൻ. ഫോഗ്, മിസ്റ്റ്, റെയിൻ. ഫോഗും മിസ്റ്റും തമ്മിൽ ചെറിയ ഡിഫറൻസേ ഉള്ളൂ. അത് രണ്ടും, ബോത്ത് ഫോഗ് ആൻഡ് മിസ്റ്റ് ആർ എയറോസോൾ. എയറോസോൾ ആണ്. എയറോസോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ് ഇൻ ഗ്യാസ് ആണ്. ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ് ഇൻ ഗ്യാസ്. ഗ്യാസിനകത്ത് ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ് ആണ്. ഓക്കെ, അത് സോളിഡ് ഇൻ ലിക്വിഡ് ആണെങ്കിൽ അതിനെ ഫോഗ് എന്നല്ല പറയാം, അതിനെ സ്മോക്ക് എന്നാ പറയാ, പുകയാണത്. ഓക്കെ, അപ്പോൾ ഈ ഫോഗ്, മിസ്റ്റ് എല്ലാം കൊളോയിഡൽ സൈസ് ആണ്. പിന്നെ ഈ ഫോഗും മിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കത് ഇവിടെ കാണിക്കാം. ഇപ്പോൾ ഇതൊരു ഫോഗും മിസ്റ്റും ഒക്കെ ഏകദേശം ഇങ്ങനെ തന്നെ കാണപ്പെടുക. ഇത് ഫോഗ് അല്ലെങ്കിൽ മിസ്റ്റാണ്, മൂടൽ മഞ്ഞ്, കോടമഞ്ഞ് എന്നൊക്കെ പറയും. പക്ഷേ ഈ ഫോഗ് ആണെങ്കിൽ ഡെൻസിറ്റി കുറച്ച് കൂടുതലാണ്. ഓക്കെ, അതിൻ്റെ ഡെൻസിറ്റിയിലും ലൊക്കേഷനിലും മാത്രമേ വ്യത്യാസമുള്ളൂ. ഫോഗ് കുറച്ച് താഴെയായിരിക്കും, നമ്മളുടെ എർത്തിനോട് അടുത്തായിരിക്കും. മിസ്റ്റ് ആണെങ്കിൽ കുറച്ച് മേലെ ആയിരിക്കും, അത്രേ വ്യത്യാസമുള്ളൂ. ഓക്കെ, ഇതാണ് ഫോഗാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കൊളോയിഡ്സ്, ഫോഗ്, മിസ്റ്റ് അതെല്ലാം കൊളോയിഡൽ നേച്ചറാണ് എന്ന് മനസ്സിലാക്കിയ രണ്ടും എയറോസോളാണ്. ഇനി റെയിൻ. അപ്പോൾ ക്ലൗഡ്സ് ആർ എയറോസോൾസ് ഹാവിങ് സ്മോൾ ഡ്രോപ്ലെറ്റ്സ് ഓഫ് വാട്ടർ സസ്പെൻഡഡ് ഇൻ എയർ. ക്ലൗഡ് എന്ന് പറയുന്നത് ഒരു എയറോസോൾ ആണ്, ഒരു കൊളോയിഡ് ആണ്. ഓക്കെ, ഓൺ അക്കൗണ്ട് ഓഫ് കണ്ടൻസേഷൻ ഓഫ് അപ്പർ അറ്റ്മോസ്ഫിയർ ദ കൊളോയിഡൽ ഡ്രോപ്ലെറ്റ്സ് ഓഫ് വാട്ടർ ഗ്രോ ബിഗ്ഗർ. അതായത് അവിടെ ഇങ്ങനെ വാട്ടർ കൂടുതൽ ഇങ്ങനെ എന്ത് ചെയ്യും, ഗ്യാസിനകത്തേക്ക്, എയറിനകത്തേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ബിഗ്ഗർ സൈസ് ആവും. ആ ബിഗ്ഗർ സൈസ് ആവുമ്പോൾ അണ്ടർ ദ ഗ്രാവിറ്റി ദേ വിൽ കം ഡൗൺ. അവിടെ ആ എയറോസോളിനകത്ത് വാട്ടർ ഇങ്ങനെ കൂടുമ്പോൾ വെയിറ്റ് കൊണ്ട്, ഗ്രാവിറ്റി കൊണ്ട് താഴേക്ക് വരും. ദാറ്റ് ഈസ് റെയിൻ. Okay, sometimes the rainfalls occurs when oppositely charged clouds meet. ഇപ്പോൾ ഇവിടെ ഇതൊരു ക്ലൗഡ് ആണെങ്കിൽ അതിനകത്ത് വാട്ടർ പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ അവിടെ കൂടുതൽ ഇങ്ങനെ ലിക്വിഡ്സ് കണ്ടൻസ് ചെയ്തിട്ട്, ഗ്യാസ് കണ്ടൻസ് ചെയ്ത് ലിക്വിഡായിട്ട് വെയിറ്റ് കൂടുമ്പോൾ താഴേക്ക് റെയിൻ ആയിട്ട് വരും. ഇനി ഒരു ക്ലൗഡ്, ദർ ഈസ് അനദർ ക്ലൗഡ്. ഇവിടെ ഇതിന് പോസിറ്റീവ് ചാർജ്, ഇതിന് നെഗറ്റീവ് ചാർജും ആണെങ്കിൽ മ്യൂച്വൽ കൊയാഗുലേഷൻ നടക്കും. രണ്ട് കൊളോയിഡ് ആണ്, മ്യൂച്വൽ കൊയാഗുലേഷൻ നടക്കും. അതാണ് ഇവിടെ പറഞ്ഞത്. ദ റെയിൻഫാൾ ഒക്കേഴ്സ് വെൻ ടു ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ക്ലൗഡ്സ് മീറ്റ്. ദാറ്റ് ഈസ് കോൾഡ് മ്യൂച്വൽ കൊയാഗുലേഷൻ. അതേപോലെ ആർട്ടിഫിഷ്യൽ റെയിനിങ് ഉണ്ടാക്കാം. എങ്ങനെ? ഇതൊരു പോസിറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ് ആണെന്ന് വിചാരിക്കുക, ഈ ക്ലൗഡ്. അപ്പോൾ നമുക്ക് നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യാൻ പറ്റിയാൽ അവിടെ കൊയാഗുലേഷൻ നടക്കും. ഇറ്റ് ഈസ് പോസിബിൾ ടു കോസ് ആർട്ടിഫിഷ്യൽ റെയിൻ ബൈ ത്രോയിങ്. അവിടെ ചെയ്യുന്നത് എങ്ങനെയാണ്? By throwing electrified sand or spraying a soul carrying charge opposite to the one on the clouds from an aeroplane. ഒരു എയറോപ്ലെയിനിന് ഒന്നെങ്കിൽ ഇലക്ട്രിഫൈഡ് സാൻഡ്, ഓപ്പോസിറ്റ് ചാർജുള്ള സാൻഡ് എന്ത് ചെയ്യും, ചാർജുള്ള സാൻഡ് അവിടേക്ക് ത്രോ ചെയ്യും, എറിയും. അതല്ലെങ്കിൽ ആ ക്ലൗഡിന്റെ ഓപ്പോസിറ്റ് ചാർജുള്ള സോള് എന്ത് ചെയ്യും, സ്പ്രേ ചെയ്യും. അങ്ങനെ ആർട്ടിഫിഷ്യൽ റെയിനിങ് പോസിബിൾ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഫോഗ്, മിസ്റ്റ് ആൻഡ് റെയിൻ. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ആവശ്യം വരില്ല. ആപ്ലിക്കേഷൻ എന്ന് ചോദിച്ചാൽ ഫോഗ്, മിസ്റ്റ് ആൻഡ് റെയിൻ എന്നൊക്കെ എഴുതിയാൽ മതി. ആർട്ടിഫിഷ്യൽ റെയിനിങ് എങ്ങനെ ഉണ്ടാവുന്നതെന്ന് നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ്. ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ജസ്റ്റ് ഒരു സർഫസ് ലെവൽ ഇവിടെ ആവശ്യമുള്ളൂ. ഫുഡ് ആർട്ടിക്കിൾസ്, മിൽക്ക്, ബട്ടർ, ഹൽവ, ഐസ്ക്രീം, ഫ്രൂട്ട് ജ്യൂസസ്, ഓൾ ആർ കൊളോയിഡ്സ്. പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൊളോയിഡ്സ് ആണ്. പലയിടത്തും നമ്മൾ എക്സാമ്പിൾസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബ്ലഡ്, ഇറ്റ് ഈസ് എ കൊളോയിഡൽ സൊല്യൂഷൻ of an albuminoid substance. Blood is a colloid. അത്ര മനസ്സിലാക്കിയാൽ മതി. സോയിൽ, ഫെർട്ടൈൽ സോയിൽ. ഓക്കെ, നല്ല ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കൊളോയിഡൽ ഇൻ നേച്ചർ ഇൻ വിച്ച് ഹ്യൂമസ് ആക്ട് ആസ് ദ പ്രൊട്ടക്റ്റീവ് കൊളോയിഡ്. ഓക്കെ, അപ്പം സോയിലും കൊളോയിഡൽ നേച്ചർ ഉണ്ട്. അപ്പോൾ നമ്മൾ ബ്ലൂ കളർ ഓഫ് ദ സ്കൈ, ഫോഗ്, മിസ്റ്റ്, റെയിൻ, അത് വേണമെങ്കിൽ മൂന്നായിട്ട് എഴുതാം. ഫുഡ് ആർട്ടിക്കിൾസ്, ബ്ലഡ്, സോയിൽ. ഓക്കെ, 5 പറഞ്ഞു. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് ഫോർമേഷൻ ഓഫ് ഡെൽറ്റ. ഇപ്പോൾ നമുക്ക് റിവർ വാട്ടർ എന്ന് പറഞ്ഞാൽ അതിൽ ചളിയും മണ്ണും മണലും ഒക്കെ ഉണ്ടാവും. അത് ചിലപ്പം ഈ മണ്ണൊക്കെ താഴെ, റിവറിൻ്റെ താഴെ കണ്ടാൽ, താഴേക്ക് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ കൊളോയിഡൽ സൈസിലായിരിക്കും, വളരെ ചെറിയ പാർട്ടിക്കിൾസ്, ഇങ്ങനെ കലങ്ങിയ വെള്ളം പോലെ ഉണ്ടാവാം. അപ്പോൾ അത് കൊളോയിഡൽ സൊല്യൂഷൻ ഓഫ് ക്ലേ ആണ്. റിവർ വാട്ടർ ഈസ് എ കൊളോയിഡൽ സൊല്യൂഷൻ ഓഫ് ക്ലേ. സീ വാട്ടറിലോ ഇഷ്ടം പോലെ ഇലക്ട്രോലൈറ്റുകൾ, എന്തായാലും NaCl ഉണ്ട്, കാൽഷ്യം ക്ലോറൈഡ് ഉണ്ട്, അലൂമിനിയം സൾഫേറ്റ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഇലക്ട്രോലൈറ്റുകളുടെ ഒരു മിക്സ്ചറാണ് സീ വാട്ടർ. അപ്പോൾ ഈ റിവർ വാട്ടറും സീ വാട്ടറും മീറ്റ് ചെയ്യുന്ന സമയത്ത് റിവർ വാട്ടർ എന്താണ്, ഒരു കൊളോയിഡൽ സൊല്യൂഷൻ ആണ്.
സീ വാട്ടർ ഇലക്ട്രോലൈറ്റും ആണ്. അപ്പോൾ അവിടെ കൊയാഗുലേഷൻ നടക്കൂലേ? ആ കൊയാഗുലേഷൻ നടക്കുമ്പോൾ ഈ പിന്നെ ക്ലേ പാർട്ടിക്കിൾസ് സെറ്റിൽ ചെയ്യും ആൻഡ് ഇൻ ദ ഫോം ഓഫ് എ ഡെൽറ്റ. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ഡെൽറ്റ. സോ river water is a colloidal solution of clay. Sea water contains a number of electrolytes. When river water meets sea water, the electrolytes present in the sea water coagulate the colloidal solution of clay, resulting in the deposition with the formation of delta. ഇങ്ങനെ ഡെൽറ്റ ഫോർമേഷൻ ഉണ്ടാവും. ഓക്കെ, ഇവിടെ റിവർ വാട്ടർ സീ വാട്ടർ മീറ്റ് ചെയ്തെടുത്ത് ഇവിടെ കൊയാഗുലേഷൻ നടന്നിട്ട് ഡെൽറ്റ ഫോം ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ഡെൽറ്റ. ആൻഡ് ആ ഡെൽറ്റ ഫോർമേഷൻ ഇവിടെ കുറച്ച് കാണിച്ചിട്ടുണ്ട്. സീ വാട്ടറിൽ ഇപ്പോൾ NaCl, MgCl, MgCl2, KCl ഒക്കെ ഉണ്ട്. അപ്പോൾ Na+ ഉണ്ട്, Mg2+ ഉണ്ട്, K+ ഉണ്ട്, Al3+ ഉണ്ട്. അപ്പോൾ റിവർ വാട്ടറിനകത്ത് ക്ലേ പാർട്ടിക്കിൾസ് കൊളോയിഡൽ സൈസിലുണ്ട്. നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ് സാൻഡ് സോൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പോസിറ്റീവ്ലി ചാർജുള്ള ആളുകൾ വന്നിട്ട് ഇതിനെന്ത് ചെയ്യും? കൊയാഗുലേഷൻ നടത്തും. അപ്പോൾ അവിടെ ഡെൽറ്റ ഫോർമേഷൻ ഉണ്ടാവും. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഫോർമേഷൻ ഓഫ് ഡെൽറ്റ എങ്ങനെയെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ മിക്കവാറും ചോദിക്കില്ല. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് കൊളോയിഡ്സ്. നമ്മളിപ്പോൾ ഇതുവരെ കൊളോയിഡ്സ് അറൗണ്ട് അസ് ആണ് പറഞ്ഞത്. ഫുഡ് ആർട്ടിക്കിൾസ്, ബ്ലഡ്, ഫോർമേഷൻ ഓഫ് ഡെൽറ്റ, അതേപോലെ ഫോഗ്, മിസ്റ്റ്, റെയിൻ, ബ്ലൂ കളർ ഓഫ് ദ സ്കൈ. ഓക്കെ, ഇതെല്ലാം കൊളോയിഡ്സ് അറൗണ്ട് അസ് ആണ്. ഇനി വാട്ട് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് കൊളോയിഡ്സ്? അതിൽ ഇലക്ട്രിക്കൽ പ്രസിപ്പിറ്റേഷൻ ഓഫ് സ്മോക്ക്. വലിയ ഫാക്ടറീസിൽ നിന്നും ഇൻഡസ്ട്രീസിൽ നിന്നും വരുന്ന സ്മോക്കുകൾ, പുകയ്ക്ക് എന്തായിരിക്കും? ചിലപ്പോൾ പോയിസണസ് നേച്ചർ ഉണ്ടാവാം, അല്ലെങ്കിൽ ഹാംഫുൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് അതിലുണ്ടാവാം. അപ്പോൾ ഈ സ്മോക്ക് പാർട്ടിക്കിൾസ് ചിമ്നിയിൽ കൂടെ പുറത്തേക്ക് വരുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യും? പിന്നെ അതൊരു പെർട്ടിക്കുലർ ഒരു പ്രസിപ്പിറ്റേറ്ററിൽ കൂടെ, ഇതൊരു കണ്ടെയ്നറാണ്, അതിനകത്ത് ഒരു ഇലക്ട്രോഡ് ഉണ്ട്. ദർ ഇസ് എ ഹൈ വോൾട്ടേജ് ഇലക്ട്രോഡ്. അപ്പോൾ നമ്മുടെ സ്മോക്ക് ഒരു കൊളോയിഡൽ സൊല്യൂഷൻ ആണല്ലോ. ഓക്കെ, ആ സ്മോക്കിന്റെ ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ ഇതിന് ഞാൻ നെഗറ്റീവ് കൊടുക്കും. ഇനി നേരെ തിരിച്ച് ഈ സ്മോക്കിന്റെ ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ ഇതിന് പോസിറ്റീവ് കൊടുക്കും. അപ്പോൾ ഇതിൽ കൂടെ കടന്നു പോയതിനു ശേഷം മാത്രമേ ചിമ്നിയിലേക്ക് പുറത്തേക്ക് വരുന്ന ചിമ്നിയിലേക്ക് എന്ത് പോവുള്ളൂ? ഗ്യാസ് പോവുള്ളൂ. സോ സ്മോക്ക് ഈസ് എ കൊളോയിഡൽ സൊല്യൂഷൻ ഓഫ് സോളിഡ് പാർട്ടിക്കിൾസ് സച്ച് ആസ് കാർബൺ, ആർസനിക് ഈസ് ഹൈലി പോയിസണസ് കോമ്പൗണ്ട്, ഡസ്റ്റ് എക്സെട്ര ഇൻ എയർ. അപ്പോൾ കാർബണോ, കരിയോ, ആർസനിക്കോ അല്ലെങ്കിൽ ഡസ്റ്റോ എയറിലുള്ളതാണ് സ്മോക്ക് എന്ന് പറയുന്നത്. സോ ദ സ്മോക്ക് ബിഫോർ ഇറ്റ് കംസ് ഔട്ട് ഫ്രം ദ ചിമ്നി, ഇറ്റ് ഈസ് ലെഡ് ത്രൂ എ ചേംബർ, ഒരു ചേംബറിൽ കൂടെ, കണ്ടെയ്നിങ് പ്ലേറ്റ്സ് ഹാവിംഗ് ചാർജ് ഓപ്പോസിറ്റ് ടു ദാറ്റ് കാരിയഡ് ബൈ സ്മോക്ക് പാർട്ടിക്കിൾ. സ്മോക്ക് പാർട്ടിക്കിളുള്ള ചാർജിന് ഓപ്പോസിറ്റ് കൊടുക്കുക. ദ പാർട്ടിക്കിൾസ് ഓൺ കമ്മിങ് ഇൻ കോൺടാക്ട് വിത്ത് ദീസ് പ്ലേറ്റ്സ് ലോസ് ദെയർ ചാർജ് പോയാൽ എന്തായി? ഗെറ്റ് പ്രസിപ്പിറ്റേറ്റഡ്. ദ പാർട്ടിക്കിൾസ് ദസ് സെറ്റിൽ ഡൗൺ അറ്റ് ദ ഫ്ലോർ ഓഫ് ദ ചേംബർ. അങ്ങനെ എന്ത് ചെയ്യും? ഇവിടെ പ്രസിപ്പിറ്റേറ്റഡ് ആയിട്ട് ആഷ് ആയിട്ട് അവിടെ കിടക്കും. ആൻഡ് ദിസ് പ്രസിപ്പിറ്റേറ്റർ ഇസ് കോൾഡ് കോട്രൽ പ്രസിപ്പിറ്റേറ്റർ. ദിസ് ഇസ് നോൺ ആസ് കോട്രൽ പ്രസിപ്പിറ്റേറ്റർ. അപ്പോൾ ഇലക്ട്രിക്കൽ പ്രസിപ്പിറ്റേഷൻ ഓഫ് സ്മോക്ക് ബൈ യൂസിങ് കോട്രൽ പ്രസിപ്പിറ്റേറ്റർ എന്നെങ്കിലും ഓർത്തു വെക്കുക. അതിന്റെ ഡീറ്റെയിൽസ് അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടും ചോദിക്കാല്ല, അത് നോൺ ഫോക്കസ് ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ ഇതിനെ മനസ്സിലാക്കി വെക്കുക. ആൻഡ് ദ നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ഈസ് പ്യൂരിഫിക്കേഷൻ ഓഫ് ഡ്രിങ്കിങ് വാട്ടർ. നമ്മുടെ നാച്ചുറൽ റിസോഴ്സിൽ നിന്നുമുള്ള ഡ്രിങ്കിങ് വാട്ടർ, അത് ചിലപ്പം കിണറാവാം, കുളമാവാം, ഓക്കെ, അങ്ങനെയുള്ള നാച്ചുറൽ അല്ലെങ്കിൽ റിവർ ആവാം, അങ്ങനെയുള്ള നാച്ചുറൽ റിസോഴ്സ് എന്നുള്ള ഡ്രിങ്കിങ് വാട്ടറിൽ സസ്പെൻഡഡ് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. ചെറിയ രീതിയിൽ ചെറിയ പാർട്ടിക്കിൾസ് നമുക്കിങ്ങനെ കാണാൻ പറ്റും. കിണർ വെള്ളത്തിലൊക്കെ ചില സ്ഥലത്ത് പ്രത്യേകിച്ചും ചെറിയതായിട്ട് വളരെ കൊളോയിഡൽ നേച്ചർ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ദ വാട്ടർ ഒബ്റ്റെയിൻഡ് ഫ്രം നാച്ചുറൽ റിസോഴ്സസ് ഓഫൺ കണ്ടെയ്ൻ സസ്പെൻഡഡ് പാർട്ടിക്കിൾസ്. അപ്പോൾ അതിൻ്റെ ചാർജ് എന്താണെന്നുള്ളതിനനുസരിച്ച് വി ക്യാൻ യൂസ് ആലം. ആലം എന്ന് വെച്ചാൽ പല ടൈപ്പ് ആലം ഉണ്ട്. പൊട്ടാഷ് ആലം ഉണ്ട്, അത് പൊട്ടാഷ്യം അലൂമിനിയം സൾഫേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ അലൂമിനിയം ഉണ്ട്, അതിനകത്ത് Al3+ ഉണ്ട്, K+ ഉണ്ട്, സൾഫേറ്റും ഉണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള ഏത് ചാർജ് ആണെങ്കിലും, ഇവിടെ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അവിടെയുള്ള സൾഫേറ്റ് ഇതിനെന്ത് ചെയ്യും? ന്യൂട്രലൈസ് ചെയ്യും. ഇനി നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അതിനകത്തുള്ള Al3+ഉം അതേപോലെ K+ഉം എന്ത് ചെയ്യും? ഇതിനെ ന്യൂട്രലൈസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആലം ഈസ് യൂസ്ഡ് to such water to coagulate the suspended impurities to make the water fit for drinking purpose. അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്യൂരിഫിക്കേഷൻ ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ബൈ യൂസിങ് ആലം, ബിക്കോസ് the water obtained from natural resources are colloidal in nature. That is colloidal in nature. Medicines. Most of the medicines are colloidal in nature. ഒരുപാട് മെഡിസിൻസ് കൊളോയിഡൽ നേച്ചർ ഉള്ളതുണ്ട്. അതിന് ഒരു എക്സാമ്പിൾ ആണ് ആർഗൈറോൾ. ആർഗൈറോൾ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൊളോയിഡൽ മെഡിസിൻ. ആർഗൈറോൾ Ag എന്നുള്ള ഒരു മെറ്റൽ ഉണ്ടല്ലോ, സിൽവർ. ഓക്കെ, ആ സിൽവറിന്റെ സോളാണ് ആർഗൈറോൾ.
ഓക്കെ, ഇവിടെ ആർഗൈറോൾ എന്നുള്ള പേരും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഓക്കെ, ഏജിൻ്റെ സിൽവറിൻ്റെ അർജൻറ്റം എന്നാണ് ആ ഏജിൻ്റെ സോൾ ആയതുകൊണ്ടാണ് അതിന് ആ ഒരു പേരും വന്നത്. ആർഗൈറോൾ ഈസ് എ സിൽവർ സോൾ ആൻഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ആസ് എൻ ഐ ലോഷൻ. ഓക്കെ, ആൻഡ് അപ്പോൾ ഒരു കൊളോയിഡൽ മെഡിസിൻ എക്സാമ്പിൾ ആണ് ആർഗൈറോൾ ആൻഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ആസ് എൻ ഐ ലോഷൻ. കൊളോയിഡൽ ആന്റിമണി ഈസ് യൂസ്ഡ് ഇൻ ക്യൂറിംഗ് കാലസാർ. കാലസാർ എന്ന് വെച്ചാൽ ബ്ലാക്ക് ഫീവർ ആണ്. അത് ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഡിസീസ് ആണ്. ബോഡിയിലൊക്കെ എന്താണ് കുറേ ഇങ്ങനെ കുരുക്കളായിട്ട് വരും, ബോഡി ഒരു ബ്ലാക്കനിങ് കറുത്തു പോവും. ഓക്കെ, നന്നായിട്ട് ബ്ലാക്കനിങ് ഉണ്ടാവും, അതേപോലെ ഫീവറും ഉണ്ടാവും. ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഒരു ഡേഞ്ചറസ് ഡിസീസാണ് കാലാസാർ, ബ്ലാക്ക് ഫീവർ എന്ന് പറയും. ഇന്ത്യയിൽ അതിനെ ബ്ലാക്ക് ഫീവർ എന്നാണ് പറയുന്നത്. ഓക്കെ, അതിനുള്ള ഒരു മെഡിസിനാണ് കൊളോയിഡൽ ആന്റിമണി. കൊളോയിഡൽ ഗോൾഡ്, ഓക്കെ, ഗോൾഡ് സോൾ ഈസ് യൂസ്ഡ് ഫോർ ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. മിൽക്ക് ഓഫ് മഗ്നീഷ്യ, ഇറ്റ് ഈസ് എൻ എമൽഷൻ, ഈസ് യൂസ്ഡ് ഫോർ സ്റ്റൊമക് ഡിസോർഡേഴ്സ് ആസ് ആൻറ്റാസിഡ്. നമ്മൾ കെമിസ്ട്രി എവരിഡേ ലൈഫിൽ പഠിച്ചിട്ടുണ്ട് ആൻറ്റാസിഡ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു ആപ്ലിക്കേഷനായിട്ട് മെഡിസിൻ പറയാം, വേണമെങ്കിൽ എക്സാമ്പിളായിട്ട് ഒന്നോ രണ്ടോ. ആർഗൈറോൾ ഈസ് യൂസ്ഡ് ആസ് എൻ ഐ ലോഷൻ, കൊളോയിഡൽ ആന്റിമണി ഈസ് യൂസ്ഡ് ഫോർ ക്യൂറിംഗ് കാലസാർ, കൊളോയിഡൽ ഗോൾഡ് സോൾ ഈസ് അല്ലെങ്കിൽ ഗോൾഡ് സോൾ ഈസ് യൂസ്ഡ് ഫോർ ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ. അങ്ങനെ ഒന്നോ രണ്ടോ എക്സാമ്പിൾസ്. ഓക്കെ, കൊളോയിഡൽ മെഡിസിൻസ് ആർ മോസ്റ്റ് എഫക്റ്റീവ് ബിക്കോസ് ദേ ഹാവ് ലാർജ് സർഫസ് ഏരിയ ആൻഡ് ആർ ദെയർഫോർ ഈസിലി അസിമിലേറ്റഡ്. ബോഡിയിലേക്ക് അസിമിലേഷൻ കറക്റ്റായിട്ട് നടക്കും. പാർട്ടിക്കിൾ സൈസ് കുറവായതുകൊണ്ട് എന്തായിരിക്കും, അസിമിലേഷൻ കൂടുതലായിട്ട് നടക്കും, സർഫസ് ഏരിയ കൂടുതലാണ്. ടാനിങ് നടത്തുന്നത് ലെതറിനാണ്. ഓക്കെ, അനിമൽ ഹൈഡ്സ് എന്ന് വെച്ചാൽ അനിമൽസിൻ്റെ തൊലി ആർ കൊളോയിഡൽ ഇൻ നേച്ചർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ എന്താ പറയുക, മൃഗങ്ങളൊക്കെ അറക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന തൊലി, ഓക്കെ, അതിനെ നമുക്ക് അനിമൽ ഹൈഡ് എന്ന് വിളിക്കാം. ആ അനിമൽ ഹൈഡ് ഒരു വിച്ച് ഹാസ് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ. ഈ അനിമൽ ഹൈഡ് ഒരു കൊളോയിഡൽ നേച്ചറാണ്, അതിന് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് സോക്ഡ് ഇൻ ടാനിൻ ഒരു സൊല്യൂഷൻ ആണ് ദാറ്റ് കണ്ടെയ്ൻസ് നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡൽ പാർട്ടിക്കിൾ. അപ്പോൾ അവിടെ മ്യൂച്വൽ കൊയാഗുലേഷൻ നടത്തുകയാണ്. ഈ അനിമൽ ഹൈഡ്, അനിമൽസിന്റെ തൊലിക്ക് പോസിറ്റീവ് ചാർജ് ആണ്, അപ്പൊ നെഗറ്റീവ് ചാർജുള്ള ടാനിൻ എന്ന് പറയുന്ന കൊളോയിഡ് അവിടേക്ക് ആഡ് ചെയ്യുന്നു. മ്യൂച്വൽ കൊയാഗുലേഷൻ ടേക്സ് പ്ലേസ്. ദിസ് റിസൾട്ട്സ് ഇൻ ദ ഹാർഡനിങ് ഓഫ് ലെതർ. അപ്പൊ ഈ കൊളോയിഡ് അവിടെ എന്ത് നടക്കും, പ്രസിപ്പിറ്റേഷൻ നടക്കും, എന്നിട്ട് ഇത് ഹാർഡാവും, ലെതർ ഹാർഡാവും. ആൻഡ് ദിസ് ഇസ് നോൺ ആസ് ടാനിങ്. ഓക്കെ, അപ്പോൾ ടാനിങ് എന്ന് പറയും. ടാനിൻ ആണ് യൂസ് ചെയ്യുന്നത് എന്താണ്, ടാനിൻ ആണ്. ദിസ് ഇസ് ടാനിൻ ആൻഡ് ദ പ്രോസസ് ഇസ് നോൺ ആസ് ടാനിങ്. ഇവിടെ നമുക്ക് ടാനിന് പകരം വേണമെങ്കിൽ ക്രോമിയം സാൾട്ട് യൂസ് ചെയ്യാം, ഓൾസോ യൂസ്ഡ് ഇൻ പ്ലേസ് ഓഫ് ടാനിൻ. ഓക്കെ, അപ്പൊ ടാനിങ് ഈസ് എൻ ആപ്ലിക്കേഷൻ ഓഫ് കൊളോയിഡ്. ക്ലിയർ? ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് ക്ലൻസിങ് ആക്ഷൻ ഓഫ് സോപ്പ്. സോപ്പ് ഈസ് എൻ അസോസിയേറ്റഡ് കൊളോയിഡ്, മൈസെൽ ഫോർമേഷനിലൂടെയാണ്. അപ്പോൾ ആപ്ലിക്കേഷനായിട്ട് ചോദിക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും വേണ്ട, ജസ്റ്റ് എഴുതിയാൽ മതി. നമ്മൾ നോർമലി ക്വസ്റ്റ്യൻ എന്താ വരിക, ഗിവ് 2 എക്സാമ്പിൾസ്, ഗിവ് 2 ആപ്ലിക്കേഷൻ, ഗിവ് 4 ആപ്ലിക്കേഷൻ. ജസ്റ്റ് ആ ടേം തന്നെ ഉണ്ടായാൽ ഇറ്റ്സ് ഇനഫ്. ഓക്കെ, ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്സ് ആൻഡ് ഫിലിംസ്, അത് മുമ്പുള്ള ഫോട്ടോഗ്രാഫിയാണ്, ഫിലിം ഫോട്ടോഗ്രാഫി അല്ലാണ്ട് ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി അല്ല. ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്സ് ഓർ ഫിലിംസ് ആർ പ്രിപ്പയർഡ് ബൈ കോട്ടിംഗ് ആൻ എമൽഷൻ ഓഫ് ലൈറ്റ് സെൻസിറ്റീവ് സിൽവർ ബ്രോമൈഡ്. ഒരു പ്ലാസ്റ്റിക് ഫിലിമിന്റെ മേലെ, ഒരു പ്ലാസ്റ്റിക് സെല്ലോഫെയിൻ പോലെയുള്ള പ്ലാസ്റ്റിക് ഫിലിമിന്റെ മേലെ സിൽവർ ബ്രോമൈഡ്, ലൈറ്റ് സെൻസിറ്റീവ് ആയിരിക്കും, സിൽവർ ബ്രോമൈഡ് ഇൻ ജെലാറ്റിൻ ഓവർ എ ഗ്ലാസ് പ്ലേറ്റ് ഓർ സെല്ലുലോയിഡ് ഫിലിമിന്റെ മേലെ അല്ലെങ്കിൽ ഗ്ലാസ് പ്ലേറ്റിന് മേലെ ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള സിൽവർ ബ്രോമൈഡ് ഇൻ ജെലാറ്റിൻ ആണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അതൊരു എമൽഷൻ ഓഫ് സിൽവർ ബ്രോമൈഡ് ആണ്. അപ്പോൾ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിലും എന്തിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്, കൊളോയിഡിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. റബ്ബർ ഇൻഡസ്ട്രി, നമ്മുടെ നാച്ചുറൽ റബ്ബർ ട്രീയിൽ നിന്ന് കിട്ടുന്ന റബ്ബർ പാല് എന്ന് പറയുന്ന ലാറ്റക്സ് ഈസ് എ കൊളോയിഡൽ സൊല്യൂഷൻ ഓഫ് റബ്ബർ പാർട്ടിക്കിളിനെ വാട്ടറിൽ ഡിസ്പേസ് ചെയ്ത് വെച്ചാണ്. ആൻഡ് റബ്ബർ ഈസ് ഒബ്റ്റൈൻഡ് ബൈ കൊയാഗുലേഷൻ ഓഫ് ലാറ്റക്സിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യും, ഫോമിക് ആസിഡ് ആഡ് ചെയ്തിട്ട് അതിനെന്ത് ചെയ്യാണ്, കൊയാഗുലേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റബ്ബർ കിട്ടും, അതിൽ നിന്നാണ് റബ്ബർ ഷീറ്റൊക്കെ അടിക്കുന്നത്. പിന്നെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ്, അതിൽ പെയിൻസ് ഉണ്ട്, ഇങ്കുകളുണ്ട്, സിന്തറ്റിക് പ്ലാസ്റ്റിക്സ് ഉണ്ട്, മറ്റ് റബ്ബറുകളുണ്ട്, നാച്ചുറൽ റബ്ബർ അല്ലാത്ത നാച്ചുറൽ റബ്ബർ അതിന് കൂട്ടാം, ഗ്രാഫൈറ്റ് ലൂബ്രിക്കൻസ് ഉണ്ട്, സിമെന്റ് ഉണ്ട്. ഓൾ ആർ കൊളോയിഡൽ ഇൻ നേച്ചർ. ഓക്കെ, ആൻഡ് ദീസ് ആർ ദ ആപ്ലിക്കേഷൻസ്. ഇത്രയും 5-8 ആപ്ലിക്കേഷൻസ് ഒന്നും നമുക്ക് എഴുതാനുണ്ടാവില്ല. നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ്റെ നേച്ചർ അനുസരിച്ച് 3-4 ഉണ്ടാവുള്ളൂ. പഠിക്കുന്നത് മുഴുവനായിട്ട് തന്നെ മനസ്സിലാക്കി പഠിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് എക്സാമിന് എഴുതാൻ വേണ്ടിയിട്ട് ഒരു 3-4 സെറ്റായിട്ട് നന്നായിട്ട് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, എത്ര മാർക്കിന് ചോദിച്ചാലും എഴുതാൻ പറ്റണം.
അപ്പോൾ അവിടെ മിക്കവാറും പോയിന്റുകൾ മാത്രം മതി. നിങ്ങളോട് ഇപ്പം ഗിവ് ടു ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ക്ലെൻസിങ് ആക്ഷൻ ഓഫ് സോപ്പ്, ഓക്കെ, റബ്ബർ ഇൻഡസ്ട്രി, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് ലൈക്ക് പെയിൻറ്റ്സ്, ഇങ്ക്സ്, സിന്തറ്റിക് പ്ലാസ്റ്റിക് എക്സെട്ര, ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്സ് ഓർ ഫിലിംസ്. വേണമെങ്കിൽ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. കൊളോയിഡൽ AGBR in gelatin over glass plate is used in photographic industry. Okay. അതേപോലെ തന്നെ ആപ്ലിക്കേഷനിൽ ഇലക്ട്രിക്കൽ precipitation of smoke by using Cottrell precipitator. ഇങ്ങനെ നമുക്ക് പിന്നെ കുറച്ച് ആപ്ലിക്കേഷൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിലും കൂടി പഠിച്ചു വെക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ കൊളോയിഡ്സ് അറൗണ്ട് അസിന് ഒരു 3-4 എക്സാമ്പിൾസ് പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് സർഫസ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ. നമ്മൾ ഇത്രയും വീഡിയോസിലായിട്ട് നമ്മൾ നോൺ ഫോക്കസ് ഏരിയ കവർ ചെയ്തിട്ടുണ്ട്. ഫോക്കസ് ഏരിയ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ക്ലാസ്സിൽ എടുത്തതാണ്. അപ്പോൾ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് പഠിച്ചിട്ട് കംപ്ലീറ്റ് പ്രിപ്പയർഡ് ആയിട്ടിരിക്കാം. താങ്ക് യു.